പണിക്കർ സാറെ എങ്ങക്കറിയൂ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായത്? നിങ്ങൾക്കറിയാവോ അതെന്തോന്ന്? പറഞ്ഞുതരാം, അതിനാണല്ലോ ഞാൻ ഉള്ളത്. കൊഫെ പോസ എന്നാൽ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് എന്നാണ്. 1974 ഈ നിയമം പാസ്സാക്കിയത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഒരാൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും, വേണ്ട തെളിവുകൾ കളക്ട് ചെയ്യും, കോടതിയിൽ ഹാജരാക്കും. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി വിധിക്കും. എന്നിട്ട് ഇയാളെ ജയിലിലടയ്ക്കും. അങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ. കൊഫെ പോസ വന്നതോടുകൂടി ആരെങ്കിലും ഒരാൾ സ്മഗിൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു എക്സ്ട്രീം നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത്? അതിനും കാരണമുണ്ട്. 1970 തുടക്കത്തിൽ ഇന്ത്യ കുറേ എക്കണോമിക് ക്രൈസിസ് നേരിടുന്നുണ്ടായിരുന്നു. ഓയിലിൻ്റെ വില ഒരുപാട് കൂടി, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കാലിയായിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇതേ സമയം കുറേ ആൾക്കാർ പുറത്തു നിന്ന് ഗോൾഡും ലക്ഷറി ഐറ്റംസും ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ ഇങ്ങോട്ട് സ്മഗിൾ ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ഒരുപാട് മോശമായി ബാധിച്ചു. അങ്ങനെയാണ് 1974 ഇന്ദിരാഗാന്ധി പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കിയത്. ഈ സിനിമയുടെ ട്രെയിലർ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ നിയമത്തെ പറ്റി അറിയായിരുന്നോ? കമന്റ് ചെയ്യും.